ഹലോ ദേവാൻമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. വൈകുന്നേരം ആയപ്പോൾ വിഷുവിന് കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണ്. കണി വയ്ക്കാൻ ഇപ്രാവശ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം എല്ലാ കൊല്ലം വീട്ടിലാവാറ്. ഇത്തവണ ആദ്യമാണ് കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. വീട്ടിൽ തന്നെ 2 പേർക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല. മോനാണെങ്കിൽ എന്തോ ഒരു ഉഷാറിലൂടെ വന്നിരിക്കുന്നുണ്ട്. അവനാകെ കൗതുകമാണ് കേട്ടോ, എന്താ ഇവിടെ നിരത്തി വെച്ചിരിക്കണേന്ന് മനസ്സിലാവാണ്ട് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ബാംഗ്ലൂരിൽ വിഷു ആഘോഷിച്ചിട്ടുള്ള എല്ലാ തവണയും വീട്ടിലാവാറ്. അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ തവണയായ കാരണം എനിക്ക് ആകെ ഒരു അന്താളിപ്പായിരുന്നു എങ്ങനെ വെക്കുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ തവണ. പിന്നെ നമ്മൾ എല്ലാം വീട്ടിൽ പോയിട്ടായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന വീട്ടിലെ സാധനങ്ങളും എല്ലാം പോയിട്ട് മേടിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണിവെള്ളരിയല്ല, ഒരു കുഞ്ഞ് വെള്ളരി കിട്ടി കേട്ടോ. ഉണക്കല്ലരിയും ഫ്രൂട്ട്സും ധാന്യങ്ങളും വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അമ്മ കണിക്കൊന്ന അയച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ, കാരണം നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ പൂജാമുറിയിൽ ഞങ്ങളുടെ കുഞ്ഞു കണി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാൽക്കണ്ണാടി അവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഉറങ്ങാൻ പോവാം, നാളെ കാണാം കേട്ടോ കണി വെച്ചിട്ട്. അങ്ങനെ കണിയൊക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തി മോനെയും മിട്ടുവേട്ടനെയും എല്ലാവരും കണി കാണിച്ചു കേട്ടോ. പക്ഷെ ആ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം 2 പേർക്കും വയ്യ, നല്ല പനിയാണ്. രാവിലെ ആയിട്ട് അതിൻ്റെ വിശേഷം പറയാം കേട്ടോ. രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പണ്ട് കാര്യമില്ലല്ലോ, ഒന്ന് പ്രത്യേകിച്ച് സദ്യ ഒരുക്കാനൊന്നും പറ്റില്ല, കാരണം 2 വയ്യ. മിട്ടൂസിനും വയ്യ, ചെറുതിനും വയ്യ, 2 നല്ല പനിയാണ്. അപ്പം ഞാൻ കുളിച്ചൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ കുളിക്കാതെ അവിടെ കിടന്നു. ഇവിടെ വിഷുവും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി. ഇവിടെ ഭയങ്കര വണ്ടിയുടെ ശബ്ദം കേട്ടോ. അതാ ഞാൻ അകത്തുനിന്ന് ഇവിടെ പുറത്തുനിന്ന് നിൽക്കുക. അപ്പോൾ ഭയങ്കര വണ്ടിയുടെ ശബ്ദം ഇങ്ങനെ നോക്കണ്ട. എങ്ങനെയുണ്ട് വിഷു കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി, ഇന്ന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയായിരുന്നു കേട്ടോ. അതിൻ്റെ പപ്പും തൂലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, കാരണം എൻ്റെ മോന് ഇതൊക്കെ കിട്ടിയൊരു കൗതുകം, അതൊക്കെ ഊരി പറിച്ച് കളയും. ഐശ്വര്യമായിട്ട് ഇന്ന് ചോറ് വെച്ച് തന്നെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. കാരണം കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേത് ചെയ്യണം ആനത്തല മറിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആകെ ഇവർക്ക് കഴിക്കാനൊന്നും കാര്യമായിട്ട് പറ്റില്ലല്ലോ. എല്ലാവർക്കും വയ്യാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരാനാ. അപ്പോൾ തട്ടുകൂട്ടി കുറച്ച് കറികളൊക്കെ ആക്കിയിട്ട് ഇന്ന് ചെറിയൊരു ആഘോഷമാക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ. അവിയലിനും സാമ്പാറിനും ക്യാബേജ് തോരനും അച്ചാറുണ്ടാക്കാനുള്ളത് മസാലക്കറി ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ആദ്യം തന്നെ മുറിച്ച് വെച്ചു. ഹാപ്പി വിഷു പറഞ്ഞ ഹാപ്പി. അവിടെ നിന്ന് ഇനി ഒന്നും നോക്കണ്ട. അപ്പോൾ പിന്നെ വേഗം മോനെ പോയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി അവൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വേഗം ഇടിപ്പിച്ച് കൊടുത്തു. കാരണം അല്ലെങ്കിൽ ഇനി അവൻ അവിടെ ഇരിക്കും എന്നുള്ളത് നല്ല ഉറപ്പായിരുന്നു. കാരണം വേഗം അവൻ്റെ കാര്യങ്ങൾ ചെയ്താലല്ലേ എൻ്റെ കാര്യങ്ങളും നടക്കുള്ളൂ എന്ന് വിചാരിച്ചു. മൂപ്പർ കുളിയും കഴിഞ്ഞ് വന്നിട്ട് എവിടെയൊന്നോ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ വർത്താനം പറയാതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോനും മൂപ്പർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തിട്ട് നേരെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ബാക്കി പരിപാടി അവിടെ കിടക്കുകയാണ്. ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന എൻ്റെ പണി നടക്കില്ലല്ലോ. വിഷു ബാക്കി കഥകൾ പറയണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോൻ അവിടെ കാട്ടും വെച്ച കാരണം അവിടെ നിന്ന് TV നിന്നൊക്കെ നല്ല പാട്ടും കുത്തുങ്ങളൊക്കെ ഉള്ള കാരണേ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നത്. പകുതിയിലും പാട്ടുകളുള്ള കാരണം നമുക്ക് വോയിസ് അങ്ങോട്ട് ശരിക്കും എടുത്തതൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസം വെക്കാനുള്ള പരിപാടിയായിരുന്നു. വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ പായസം മിക്സ് മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമ്മൾ പാലട പായസം റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോൻ അവിടെ ഇരുന്ന് കാര്യമായിട്ട് വെണ്ടൊക്കെ നോക്കുന്നുണ്ട്. ബാക്കി ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് നമ്മൾ പായസം വെക്കാനായിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറായി, അവിയലായി, സാമ്പാറായി, നമ്മുടെ കുറച്ച് മാങ്ങച്ചാറായി, പിന്നെ എന്തായിരുന്നു കേബേജ് തോരനായി, മസാലക്കറി ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഇഞ്ചി തൈരും കൂടി ആയപ്പോൾ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടോ. ഓട്ടുകത്ത ചൂടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഇത്രയധികം കാലത്തോട്ട് ഇങ്ങനെ ഒരുങ്ങി കെട്ടി ഇവിടെ നിൽക്കണ്ടേ. വിഷയായിട്ട് കുളിച്ചൊരുങ്ങി നിൽക്കൽ മാത്രമല്ല അതൊരു ചൂടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പായസത്തിൻ്റെ പരിപാടി നോക്കുന്നുണ്ടെങ്കിലും അവിടെ വന്ന് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ കിടക്കണു, മോനാണെങ്കിൽ അതിൻ്റെ മേലക്കൂടെ കിടക്കണു. ഇതൊക്കെ കണ്ടിട്ട് ആകെ ഒരു വിഷയമായിപ്പോയി. വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും സാറിൽ എല്ലാവരും കിടക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് മൂപ്പരുടെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഞാൻ വിളിച്ചൂലോ എന്ന് വിചാരിച്ചിരുന്നു കഴിക്കണതാണ്, കാരണം കഴിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ശ്രീരാഗ് എന്ന് പറയുന്ന പയ്യനാണ്, അവനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സദ്യ. അപ്പോൾ നിങ്ങളുടെ സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കാനിരുന്നത്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, എല്ലാം ടേസ്റ്റ് നോക്കാതല്ലേ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു സംശയം കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും
വലിയ തിരക്കേടില്ലാത്ത സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വേഗം പടായി, കാരണം രാവിലെ എഴുന്നേറ്റ് നിൽക്കണതല്ലേ, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.